ഓർമ്മകളായും വാക്കുകളായും നമ്മളിൽ ജീവിക്കുന്നവരാണ് ഓരോ ഇതിഹാസവും. ഓർമ്മയിലെ ഇശിരകളിൽ ആദ്യ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കാനെത്തുന്നു റിനു റസാഖ്.
ഓർമ്മയിലെ ഇശലുകൾ റൗണ്ടിലെ സോങ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി പാട്ട് കേട്ടിട്ട്. എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പം? നന്നായിട്ട് പാടാൻ പറ്റി തോന്നി. ഓക്കെ, ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സോങ് ആണത്? ടി ഉബൈദ് സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ്. ആരാ ഈ സോങ് സെലക്ട് ചെയ്തത്? സോങ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തു അല്ലേ? പ്രാക്ടീസ് ചെയ്യാൻ ടൈമൊക്കെ കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, ഇത് എഴുതിയത് ആരാന്നറിയോ? എഴുതിയതാണ് ടി ഉബൈദ് സാർ. ഓക്കെ, അപ്പം സംഗീതം KV അബൂട്ടി മാഷ. ഓക്കെ, പാടിയിരിക്കുന്നത് സുജാ ചേച്ചി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പാട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫൈസൽ സർ. ഓർമ്മയിലെ ഇശലുകളിൽ ടി ഉബൈദ് മാഷ് ഒരു റൗണ്ടാണ്. ഉബൈദ് മാഷ പാട്ടാണ്. കേരള ഗാനം എന്ന പേരിൽ പ്രസിദ്ധമായ 2 പാട്ട് ഉബൈദ് മാഷ് എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണിത്. ഇതല്ലാതെ അതുലിത സൗഭാഗ്യത്തിക വാൽനൽ പുകളൊളി പൂരം തൂകി വിളങ്ങും അനിതര സൽഗുണ ശാലിനി മാമക കേരള റാണി ജയ ജയ ജനനി അഭിനവ ഭാരത ഭൂഷണമാകിന സുമധുരവാണി. അതും ഈ ജയിച്ചിരുന്ന 2 പാട്ടാണ് അദ്ദേഹത്തിൻ്റെത്. കേരള ഗാനം എന്നറിയപ്പെടുന്നത്. നേരത്തെ റീനു ഇവിടെ പാടിയ സന്ദേശഗാനവും ഉബൈദ് മാഷിൻ്റെ പാട്ട് തന്നെയാണ്. ഇത് രണ്ടും KV അബൂട്ടി മാഷാണ് ട്യൂൺ ചെയ്തത്. ആ പാട്ടും ഈ പാട്ടും ജയിച്ചിരുന്നതും മാമക ജനനി. ഉബൈദ് മാഷക്ക് മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരു കവി എന്നതിലുപരി വലിയൊരു സ്ഥാനമുണ്ട്. ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്ന മാപ്പിളപ്പാട്ടിനെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്നത് ഉബൈദ് മാഷക്ക് വലിയ പങ്കുണ്ട്. 1987 കോഴിക്കോട്ട് നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ഒരു പാട്ട് പാടി അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി മാപ്പിളപ്പാട്ട് സംബന്ധിച്ച്. അപ്പോഴാണ് മലയാള സാഹിത്യ രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ മാപ്പിളപ്പാട്ടിന് ഇങ്ങനെ ഒരു സാഹിത്യമുണ്ടെന്നും ഇങ്ങനെ ഒരു സാഹിത്യ സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ടെന്ന് തിരിച്ചറിഞ്ഞത്. ശൂരനാട് കുഞ്ഞൻപിള്ള ആ ഒരു ഉബൈദ് മാഷിൻ്റെ പ്രസംഗവും പാട്ടും കേട്ടാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യരെക്കുറിച്ച് മനസ്സിലാക്കുകയും വൈദ്യരെക്കുറിച്ച് ഒരു ലേഖനം എഴുതുകയും ചെയ്തത്, ഒരു നിരൂപണം എഴുതുകയും ചെയ്തത് ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് മാപ്പിളപ്പാട്ടിനെ ഉയർത്തി. മലയാളികൾ മൊത്തം സാഹിത്യരംഗത്തെ പ്രഗത്ഭരായ ആളുകൾ മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യ വശത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഉബൈദ് മാഷിൻ്റെ ആ പ്രസംഗത്തിന് വലിയ സ്ഥാനമുണ്ട്. ഉബൈദ് മാഷ് അനുസ്മരിക്കുകയാണ് ഈ പാട്ട്. ഇനി മോളുടെ പാട്ടിനെ കുറിച്ച് മോള് നന്നായി പാടുന്ന ആളാണ്. ഇത് സുജാതേച്ചിയാണ് പാടിയത്. സാധാരണ ഒരു പാട്ടിൻ്റെ ഒരു ടഫ് സോങ് ഒക്കെ പാടുന്ന ഒരു കുട്ടിയാണ് റിനു റസാഖ്. പക്ഷെ ഇവിടെ എന്താ ഒരു കുഴപ്പം റിനു, എനിക്ക് മനസ്സിലാകും അത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സാധാരണ അങ്ങനെ പാടി പരതിയാൽ ഇതൊക്കെയാണ് പ്രസിദ്ധമായ പാട്ടുകൾ. അതിലപ്പുറം പാടാനുള്ള പാട്ടുകളുണ്ടെങ്കിലും നമുക്കത് ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. ഉബൈദ് മാഷിൻ്റെ കേരള ഗാനവും ദുനിയാവിതെന്ത് പുതുമപ്പറമ്പൊക്കെയാണ് എല്ലാവരും പാടുന്നത്. അല്ലെങ്കിൽ എന്തിതൂ വിണ്ണിൽ പുതുതായി കരുനിഴൽ കാണുന്നു ഭംഗി എന്നു ലണ്ടൻ ഗോപുരങ്ങൾ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. വളരെ കുറച്ച് പാട്ടിൽ ആളുകൾ എടുത്ത് പാടാറുള്ളൂ. അതുകൊണ്ട് മോളുടെ ഒരു അന്വേഷണം അവിടെ ഒതുങ്ങിയതിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോള് ഈ പാട്ട് സെലക്ട് ചെയ്ത് നന്നായിട്ടുണ്ട്. ഇതിലും ടഫ് സോങ് മോള് പാടിക്കെട്ടത് കൊണ്ടുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്, അത് നിഷേധിക്കാനാവില്ല കേട്ടോ. നന്നായി പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. റിനുകുട്ടിയെ, ഇനി ഷാൻ സാറിൻ്റെ കമൻസ് കേൾക്കാം. റിനു, നമ്മളെല്ലാവരും ചെറിയൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെ മുഖത്തും ഓരോ കൺഫ്യൂഷൻ. ഇവിടെ നോക്കി ഒരു കൺഫ്യൂഷൻ കാണുന്നില്ലേ? ഉണ്ട്. എന്താന്നറിയാം റിനു, അല്ല മോള് നല്ലോണം പാടുന്ന കുട്ടിയാ, അത് നോ ഡൗട്ട്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഇത് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വന്നിട്ടില്ല. നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ വന്നിട്ടുണ്ട് റീനോടായിരുന്നു. അത് മോള് പാടി ശരി തന്നെ, പിച്ച് ഔട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ പാട്ടങ്ങ് പാടി. പക്ഷേ ഞാൻ പറയല്ലേ, ഒരു റിനു പാടുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഉണ്ടാവാറുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത് അവള് നന്നായിട്ട് പാടി. ഇത് ശരിയാണ്, പിച്ച് ഔട്ടും കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ സിംഗിങ് ആണ്, ടഫ് സോങ്ങും അല്ല. പക്ഷെ നമുക്ക് ആ ഒരു റിനു എഫക്റ്റ് ഉണ്ടല്ലോ, ആ റിനു എഫക്റ്റ് ഇപ്രാവശ്യം മിസ്സിങ് ആയിരുന്നു. കഴിഞ്ഞ തവണ ആണെങ്കിലും ഉഗ്രൻ എഫക്റ്റും ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആ എഫക്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അത് വന്നില്ല. പക്ഷെ മോള് നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു ഷാൻ സർ. രഹന ചേച്ചി,
എനിക്കും അതന്നെ പറയാനില്ല. കാരണം കഴിഞ്ഞ പാട്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഒരു മിക്സിങ് കഴിഞ്ഞിട്ടൊരു സോങ് അല്ലേ, ഒരു എഫക്റ്റ് പോലെയൊക്കെ നമുക്ക് കേൾക്കുന്ന പോലെ ഒരു കോമ്പറ്റീഷനൊക്കെ അങ്ങനെ കേൾക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പ്ലസ്സാണത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സിംഗിങ്ങിന് റീനു സ്റ്റൈൽ അങ്ങനെ തന്നെ അതുകൊണ്ടാണോ ഈ ഒരു പാട്ടിൽ എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഒന്നൊരു അങ്ങനെയൊക്കെ ഒരു ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഈ പാട്ടിങ്ങനെ കുറച്ചും കൂടി ഒരു ഫോഴ്സൊക്കെ അത് അങ്ങനെ ചെയ്യായിരുന്നു ചില ഇടങ്ങളിലൊക്കെ എനിക്ക് തോന്നി. പക്ഷേ വാക്കുകളൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ റീനു. എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ നമുക്കിങ്ങനെ റീനു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ റീനു ഓരോരുത്തരും ഇപ്പം നമുക്ക് എല്ലാവരും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഇതാണോ ഈ ഒരു സോങ്ങിൻ്റെ ഒരു പ്രശ്നം? സോങ് നല്ല സിമ്പിളാണ് അല്ലേ മോളെ? ഈ വാക്കുകൾ മാത്രം നമുക്കൊരു ബ്രീത്ത് എടുത്ത് കിട്ടണം. ഒറ്റ ചില സ്ഥലത്തൊക്കെ ഒറ്റ ബ്രീത്തിന് അങ്ങ് മോളത് സംഗതിയൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഇതല്ലേ. എന്നാൽ ആ ബ്രീത്തിൻ്റെ ഒരു മുഖ്യം പ്രശ്നം അതല്ലേ, പിന്നെ വാക്കുകൾ എടുത്ത് പറയുന്നതും അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പക്ഷെ എന്നാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് മോള് കേട്ടോ. ഓക്കെ, താങ്ക് യു റഹന ചേച്ചി. കനീഷ് സർ. റിനു റസാഖ്, പേരിൽ തന്നെ ഒരു പ്രാസഭംഗിയുണ്ട് അല്ലേ? റിനു റസാഖ്, കമ്പി എന്നൊക്കെ മാപ്പിളപ്പാട്ടിൽ പറയും. സങ്കര ഭാഷയിലുള്ള പാട്ടുകൾക്കിടയിൽ തീർച്ചയായും ഈ മലയാളത്തിൻ്റെ മധുരം പൂർണ്ണമായും അനുഭവിക്കുന്ന ഈ പാട്ട് വളരെ ആകർഷണീയമായി തന്നെ പാടി എന്നാണ് എൻ്റെ അഭിപ്രായം. കമൻസ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് മാർക്സ് ആണ് അറിയാനുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യോ ഇല്ലേ നോക്കാം. ഫൈസൽ സർ. 26 മാർക്ക്. താങ്ക് യു സർ. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഫൈസൽ സർ. ഷാൻ സർ. മോളെ ആ റിനു എഫക്റ്റ് അത് കൊണ്ടുപോട്ടോ. 26. താങ്ക് യു സർ. 26. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഷാൻ സർ. രേണ ചേച്ചി. 27 മോളെ. താങ്ക് യു. 30-ൽ 27 മാർക്കാണ് രേണ ചേച്ചി നൽകിയിരിക്കുന്നത്. താങ്ക് യു രേണ ചേച്ചി. കനീഷ് സർ. 10-ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്നത് എന്തോ അത് 8. 10-ൽ 8 മാർക്കാണ് കാനേഷ് സാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ സ്കോർ 100-ൽ 87 മാർക്ക് അല്ലേ? നല്ല മാർക്കാണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കഴിഞ്ഞ റൗണ്ടിൽ 89. 89. ഓക്കെ, അതിൽ നിന്ന് താന്നു പോയല്ലേ. നമുക്ക് അടുത്ത പെർഫോമൻസിൽ അത് റെഡിയാക്കി എടുക്കാം. ഓക്കെ. റിനു കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് 3-ലുണ്ടായിരുന്നേ. ഇപ്പം എന്താ തോന്നേ? ടോപ്പ് 3-ലായിരുന്നേ സന്തോഷമാണ്. പക്ഷേ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്, ബാദുഷ ആവോ റിനു ആവോ സുൽത്താനൊക്കെ എപ്പോഴും കൺഫ്യൂഷനാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നികേഷിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്രാവശ്യം വല്ല സ്കോപ്പുണ്ടോ? അറിയില്ല. ഇപ്രാവശ്യത്തെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ റിനു ക്രിയേറ്റ് ചെയ്തൊരു ലെവലുണ്ട്. ആ ഒരു ലെവലിലേക്ക് ചെറുതായിട്ട് എത്തിയിട്ടില്ല. ഒരു സോങ് ഇച്ചിരി സിമ്പിളായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ കാര്യമായിട്ട് എനിക്ക് ബ്രെത്ത് കൺട്രോൾ നല്ലോണം വേണ്ടിയിരുന്ന സോങ്. അപ്പം സിമ്പിളായിരുന്നു. സോങ് ആരാ സെലക്ട് ചെയ്തത്? അത് ട്യൂബേച്ചറിൻ്റെ ഫേമസ് ആയ സോങ്സിൽ നല്ലൊരു സോങ് ഇതാണ്. അപ്പോൾ പിന്നെ കുറച്ച് സോങ്സേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. പക്ഷേ ഇനി നമ്മൾ സുൽത്താനെ നമുക്ക് പിടിക്കണ്ടേ? ഫസ്റ്റ് പൊസിഷനിൽ എത്തണ്ടേ? ശ്രമിക്കണം. സോ അടുത്ത പെർഫോമൻസ് എന്തായാലും അത് തിരിച്ചു പിടിക്കണം. അപ്പം ഓൾ ദി ബെസ്റ്റ്.